ഹായ് എവരിവൺ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നാട്ടിൽ നിന്ന് അച്ഛയും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത് ലാൽബാഗ് ഫ്ലവർ ഷോ നടക്കുകയാണല്ലോ. ഇത്രയും കാലമായിട്ട് ഇവിടെ വന്നിട്ടും ലാൽബാഗ് പല തവണ പോയിട്ടുണ്ട്. പക്ഷേ ഫ്ലവർ ഷോയിൻ്റെ ടൈമിൽ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ പോകുന്നത്. മാത്രമല്ല നമ്മുടെ ഏരിയയിൽ ഇപ്പം മെട്രോ സർവീസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. യെല്ലോ ലൈൻ ആണ് മോദിജി ലാസ്റ്റ് വീക്ക് വന്ന് ഇനാഗ്രേറ്റ് ഒക്കെ ചെയ്തതാണ്. അപ്പം നമ്മൾ ഇന്നാണ് ഇനാഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. മെട്രോ എന്നത് ആക്ച്വലി നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം നടക്കാനുള്ളൂ മെട്രോ സ്റ്റേഷനിലേക്ക്. അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ട്രാഫിക്കിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാനും പറ്റും. ബാംഗ്ലൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് സിൽക്ക് ബോർഡ് ബൊമ്മനഹള്ളി ഏരിയ. അപ്പം മെട്രോ വന്നു കഴിഞ്ഞപ്പം കുറച്ചൊരു ആശ്വാസം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ മെട്രോയുടെ യെല്ലോ ലൈനിലെ ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, ഫ്ലവർ ഷോയ്ക്ക് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. നമ്മ മെട്രോയുടെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യൂ ഒന്നും നിൽക്കാണ്ട് ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബൊമ്മനഹള്ളിയിൽ നിന്നാണ് കയറിയത്. അവിടുന്ന് രാഷ്ട്രീയ വിദ്യാലയ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഗ്രീൻ ലൈനിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് ലാൽബാഗിലേക്ക് പോകാൻ വേണ്ടി. ഞാൻ എഗെയിൻ ഒരു ലാൽബാഗ് വ്ലോഗായിട്ട് വന്നപ്പം നിങ്ങൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലേ, ഇതിപ്പോൾ ഒരു വ്ലോഗ് കണ്ടതാണല്ലോ എന്ന്. പക്ഷെ ഞാൻ ഉറപ്പ് തരുന്നു, ലാസ്റ്റ് ഞാൻ ചെയ്ത ലാൽബാഗ് വ്ലോഗിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ലാസ്റ്റ് വ്ലോഗിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഫ്ലവർ ഷോൻ്റെ ടൈമിൽ വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കുമെന്ന്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് ചെടിപ്രാന്തൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് മാത്രമല്ല കുറച്ചൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, അന്ന് വന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഇന്നത്തെ ലാൽബാഗിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. മഴയൊക്കെ പെയ്ത് കുറച്ചും കൂടെ പച്ചപ്പൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഒത്തിരി പൂക്കളും നിറഞ്ഞിരിക്കുന്ന ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് കേട്ടോ. എല്ലാ വർഷവും 2 തവണയായിട്ടാണ് ലാൽബാഗിൽ ഫ്ലവർ ഷോ നടക്കുന്നത്. ഒന്ന് ജനുവരി മാസം റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ചും രണ്ടാമത്തേത് ഓഗസ്റ്റ് മാസം ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ചുമാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ എഡിഷൻ ഫ്ലവർ ഷോയിലാണ് കേട്ടോ. യൂഷ്വലി നമ്മൾ വരുമ്പം ഗാർഡൻ്റെ അകത്ത് ഒത്തിരി ഷോപ്പുകളൊന്നും കാണാറില്ല. പക്ഷെ ഫ്ലവർ ഷോയോടനുബന്ധിച്ച് ഒരുപാട് കുഞ്ഞു കുഞ്ഞു സ്റ്റോളുകളൊക്കെ ഗാർഡൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പീക്ക് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ടിക്കറ്റിലും കുറച്ച് ഇൻക്രിമെന്റ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 80 രൂപയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ ആയത്. പിന്നെ സ്കൂൾ യൂണിഫോമിലുള്ള കുട്ടികൾക്ക് എൻട്രി ഫ്രീ ആണ് കേട്ടോ. അതുപോലെ തന്നെ ടൈമിങ്ങും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് 6 മണി മുതൽ നൈറ്റ് 9 മണി വരെ ടൈം ഉണ്ട്. നൈറ്റ് ടൈമിൽ വേറൊരു വ്യൂ തന്നെയാണ് കേട്ടോ. ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് കുടയും കോട്ടൊക്കെ എടുക്കാൻ ആരും മറക്കണ്ട. നമ്മുടെ കയ്യിൽ ഒരു കുട ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതുകൊണ്ട് ഞാനൊരു എക്സ്ട്രാ കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമ്പോൾ ഒക്കെ കോട്ടിട്ടാണ് നടന്നത്. ഗാർഡന്റെ ഓരോരോ കോർണറിലും പല പല വെറൈറ്റി പൂക്കളും കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. മഴയത്ത് നടക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ വണ്ടികളിൽ പോകുന്ന ഓപ്ഷനും ചൂസ് ചെയ്യാം കേട്ടോ. ലാൽബാഗിലെ ഫ്ലവർ ഷോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഉള്ളവരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. കുറച്ചങ്ങ് നടന്ന് മടുത്തപ്പം പേരയ്ക്കയും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഒരു കട കണ്ടു. നമ്മൾ അവിടുന്ന് പേരക്ക വാങ്ങിച്ചു കേട്ടോ. നല്ല ഉപ്പുമുളകൊക്കെ തിരുമ്മി നല്ല ടേസ്റ്റിലുള്ള സംഭവമാണ്. അങ്ങനെ പേരക്കയൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടത്തം സ്റ്റാർട്ട് ചെയ്തു. അമ്മ അച്ഛൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും കുറേ തവണ ഇവിടെ വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ യൂഷ്വലി നടക്കുന്ന പോലെ ഫുള്ള് കറങ്ങാൻ നിന്നില്ല. ലേക്കിൻ്റെ ആ ഭാഗത്തേക്കൊന്നും പോയില്ല. നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഫ്ലവർ ഷോ, ഗ്ലാസ് ഹൗസിൻ്റെ അവിടെയാണ് ഫ്ലവർ ഷോ നടക്കുന്നത്. അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതായിരുന്നു. നിങ്ങൾ എൻ്റെ ലാസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഈ മരത്തിൻ്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. വൈറ്റ് സിൽക്ക് കോട്ടൺ ട്രീ എന്ന് പേരുള്ള ഈ ഭീകരമായ മരം 200 വർഷത്തിലധികം പ്രായമുണ്ടെന്നാണ് പറയുന്നത്. ഇത്തവണ ഒന്ന് നോക്കിയപ്പം ആ മരത്തിന്റെ ഒരു ഭാഗത്തെ 2-3 ചില്ലകളൊക്കെ ഒടിഞ്ഞു വീണ് പോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ലാവൻഡർ കളറിലുള്ള പൂക്കളുടെ പേര് ആർക്കെങ്കിലും അറിയോ? ഇതെനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നിട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ ഗ്ലാസ് ഹൗസിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഈ വർഷത്തെ ഇൻഡിപെൻഡൻസ് ഡേ എഡിഷനിലെ ഫ്ലവർ ഷോയുടെ തീം എന്ന് പറയുന്നത് കർണാടകയിലെ പ്രമുഖരായിട്ടുള്ള ഫ്രീഡം ഫൈറ്റേഴ്സിന്റെ തീമാണ് അവർ ചെയ്തിട്ടുള്ളത്. നൂറ്റിയഞ്ച് വെറൈറ്റിയിലുള്ള ഏകദേശം 36 ലക്ഷത്തോളം പൂക്കൾ യൂസ് ചെയ്തിട്ടാണ് ഇവിടെ ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. റെയിനി സീസൺ ആണെങ്കിലും അത്യാവശ്യം നല്ല തിരക്കുണ്ട്. സന്ദർശകരുടെ എണ്ണം 11 ലക്ഷത്തിലധികം കവിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025 ഈ ഫ്ലവർ ഷോയുടെ ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത് 3 കോടിയിലധികം രൂപയാണ് കേട്ടോ. സൂര്യകാന്തി പൂക്കളെല്ലാം മൊട്ടിട്ടിട്ടേ ഉള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് വിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പം ഈ ലാൽബാഗിൽ ആകെ ഉണ്ടായിരുന്നത് ഈ കാണുന്ന പൂക്കൾ മാത്രമായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ പൂക്കളും കൊണ്ട് നിറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം ചെളിയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ 150 രൂപേന്റെ കോട്ട് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഇടാനും നല്ല സുഖമാണ്, ഒട്ടും നനയോ ഇല്ല. പിന്നെ ഈ വ്ലോഗിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്നെ കാണുന്ന പല ഷോട്ടുകളും എടുക്കുന്നത് അമ്മയാണ് കേട്ടോ. കാണുമ്പോൾ ചെമ്പരത്തി പൂവിനോട് സാമ്യം തോന്നുന്ന ഈ പൂവിന്റെ 3-4 വെറൈറ്റി കളേഴ്സ് അവിടെ കണ്ടിരുന്നു. ഇതങ്ങനെ യൂഷ്വലി ഒത്തിരി കാണാത്തൊരു പൂവാണെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഈ സെയിം പ്ലാന്റിന്റെ ഡിഫറെന്റ് കളേഴ്സ് കൊണ്ടാണ് ബോർഡർ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. നമ്മൾ ഈവനിങ് ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ലാൽബാഗ് എത്തി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് എപ്പോഴത്തെയും പോലെ 7 o'clock വരെയൊക്കെ ഓപ്പൺ ആയിരിക്കുള്ളൂ എന്നാണ്. പക്ഷെ അവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് 9 o'clock വരെ ഓപ്പൺ ആയിരിക്കും, ഫ്ലവർ ഷോ ആയതുകൊണ്ട്. ലാൽബാഗ് ഫുള്ളായിട്ട് കാണാനൊരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു മാക്സിമം 2 hours എടുത്തുള്ളൂ. 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതലൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഡെക്കറേഷൻ ഒക്കെ പൂ കൊണ്ടാണ് കേട്ടോ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീനിയർ പ്ലാന്റ്സ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് പോലെയൊക്കെ തോന്നും. പക്ഷെ ഒറിജിനൽ സീനിയർ പ്ലാന്റ്സ് ആണ്. അതിന്റെ പല വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെടിച്ചട്ടിയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പൂക്കള് ജമന്തിയുടെ ഒരു വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സാവധാനം വീഡിയോ ഒക്കെ എടുത്താണ് വരുന്നത്. ആ സമയം കൊണ്ട് അച്ഛയും അമ്മയും കുറച്ച് സ്പീഡിൽ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ സ്പോട്ട് ആണ് കേട്ടോ. ഇവിടെ നല്ല തിരക്കും ഉണ്ട്. നമ്മളായിട്ട് പിന്നെ ഒട്ടും കുറച്ചില്ല. അവിടെ നിന്ന് നമ്മളും ഫോട്ടോയൊക്കെ എടുത്തു. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി 2 ആളെ അവിടെ കൊണ്ട് നിർത്തിയപ്പം അമ്മ അത് അവിടുന്ന് എന്റെ വീഡിയോ ഫോട്ടോ എടുക്കുകയാണ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന സ്പോട്ട് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അധികം ആരും ഇല്ലാത്ത ടൈമിൽ നോക്കി നമ്മൾ കുറച്ചധികം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു. ആ കാണുന്നതാണ് കേട്ടോ ഗ്ലാസ് ഹൗസ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഫ്ലവേഴ്സ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇനി നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ നിന്നാണ് ആക്ച്വൽ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ പോകുന്ന വഴിയുടെ 2 ഭാഗത്തുമായിട്ട് ഫുള്ള് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. 2025 ഈ ഫ്ലവർ ഷോയുടെ തീം കർണാടകയിലെ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലാസ് ഹൗസിലേക്ക് എൻ്റർ ചെയ്യുന്ന ഭാഗത്ത് തന്നെ കുറേ ഡാലിയ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കിട്ടൂർ ഫോർട്ടിന്റെ ഒരു റെപ്ലിക്കയാണ് ഈ ഫുൾ ഓഫ് ഫ്ലവേഴ്സ് കൊണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ അങ്ങനെ എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് നേരിട്ട് കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാഴ്ച എനിക്കതെങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയില്ല. അത്രങ്ങാനും പൂക്കളാണ്. എന്തായാലും ഇത് ചെയ്തവര് നല്ല എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഒരാളായിരിക്കില്ല, ഒരു ടീമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്നാലും അത്രയും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ട്രയാങ്കുലർ ഷേപ്പിൽ പല വെറൈറ്റിയിലുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ഏത് പ്ലാന്റ് ആണെന്നുള്ള ഡീറ്റെയിൽസും നെയിമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് എടുത്തു പറയുന്നില്ല, നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. അതുപോലെ തന്നെ ഈ കാണുന്ന പൂക്കൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്ന് കമന്റിൽ പറയണേ. എനിക്ക് കോട്ട ചെയ്തിരിക്കുന്നത് അത്ര ഭംഗിയിലാണ് കേട്ടോ. അതിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. ഓരോ കോർണറിലും പല പല വെറൈറ്റി പൂക്കൾ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
ഞാനിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ അവർ എത്ര ദിവസം എടുത്തിട്ടുണ്ടാകും എന്ന്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കൂടുതൽ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിലും ഇൻഡോർ പ്ലാന്റ്സും അവിടെ ഉണ്ട് കേട്ടോ. ചട്ടിയോടെ എടുത്തങ്ങ് ഓടിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു പോയി. സിനിമകളാണെങ്കിൽ CID മൂസയിലെ ബിന്ദു പണിക്കരുടെ അവസ്ഥയില്ലേ, അതായിരുന്നു. ഈശ്വരാ, ഞാനിതിൽ ഏതെടുക്കും, എന്തെടുക്കും, അതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഈശ്വരാ, ഇവിടെ വരാണ്ട് പോയിരുന്നെങ്കിൽ ഇതൊരു നഷ്ടമായേനെന്നൊക്കെ എന്നോട് 2-3 തവണ പറഞ്ഞു. അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ അമ്മയ്ക്ക് ചെടികളും പൂക്കളും ഒക്കെ. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പൂക്കളുള്ള ചെടികളൊക്കെ ആർക്കാലും ഇഷ്ടാവാത്തത്? ഗ്ലാസ് ഹൗസിന്റെ ഉള്ളിലുള്ള ഓരോ കോർണറും വെറൈറ്റി ഓഫ് ഫ്ലവേഴ്സ് കൊണ്ട് ഡിഫറെൻ്റ് ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കണ്ടോളൂ. പൂക്കൾ കാണാൻ ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന ഫ്ലവേഴ്സിൻ്റെയോ പ്ലാന്റ്സിൻ്റെയോ ഒക്കെ പേരറിയുന്നവർ അത് കമൻറ്റിൽ പറയണം കേട്ടോ. അതുകൂടാണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഇത്തവണത്തെ ഫ്ലവർ ഷോ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പം നമ്മുടെ വ്യൂവേഴ്സിനും കൂടെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഫ്ലവർ ഷോയുടെ മാക്സിമം ഫുട്ടേജസ് ഒക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഏത് ഡെക്കറേഷനാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായതെന്നും കൂടെ കമൻറ്റിൽ പറയണേ. ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്പോട്ടൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തു നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഹൗസിന് പുറത്തുള്ള ഈ ആർച്ച് പോലെയുള്ള ഡെക്കറേഷൻസും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തായാലും 80 റുപ്പീസ് ടിക്കറ്റ് എടുക്കുന്നത് വർത്ത് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. അത്രയ്ക്കും അടിപൊളിയാണ്. അപ്പോൾ ആർക്കെങ്കിലും കാണാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം വിട്ടോ, നിങ്ങൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ടി വരില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ആർക്കെങ്കിലും പ്ലാൻസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. നമ്മൾ പിന്നെ പ്ലാൻസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ജസ്റ്റ് എല്ലാം കണ്ടു എന്ന് മാത്രം. കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ അവരവിടെ ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഫ്ലവേഴ്സ് മാത്രമല്ല, കുറച്ച് പച്ചക്കറികളും അവിടെ കണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് അവിടുത്തെ ഷോപ്പുകളൊക്കെ ഒന്ന് നടന്ന് കണ്ടു. കുറേ ബാഗുകളും ജ്വല്ലറികളും അതുപോലെ തന്നെ കുട്ടികൾക്ക് പറ്റിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, പക്ഷെ എല്ലാം ഒന്ന് ഓടി നടന്ന് കണ്ടു. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. ഫ്ലവർ ഷോ ഒക്കെ കാണാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.